ഹലോ. അപ്പോൾ ഇത് ഏപ്രിൽ മാസമായി. ഇനി നമുക്ക് പച്ചക്കറി തൈകൾ നടാവോ? ഇനി നട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൂടെ അല്ലേ ഉള്ളൂ, പിന്നെ മഴ പെയ്യില്ലേ, അപ്പം എല്ലാം നശിച്ചു പോവോ എന്നൊക്കെ വിചാരിക്കേണ്ട കേട്ടോ. നമുക്ക് ഈ ഏപ്രിലും പച്ചക്കറി തൈകൾ നടാം. അപ്പോൾ ഏപ്രിലിൽ നടാൻ പറ്റുന്ന കുറച്ച് സാധാരണ പച്ചക്കറി തൈകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വഴുതന ഏപ്രിലിൽ നടാം കേട്ടോ. വഴുതനങ്ങ ഏപ്രിലിൽ നടാം. ഈ ഏപ്രിൽ മാസം നല്ല ചൂടായതുകൊണ്ട് തന്നെ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും സാധിക്കും. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നന്നായിട്ട് നനയ്ക്കേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ 2 നേരം പച്ചക്കറി തൈകൾക്കൊക്കെ നനച്ചു കൊടുക്കുക. നല്ല ഫെർട്ടിലൈസറുകളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ തൈകൾ വളരും. പച്ചക്കറിയുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മളതിനെ കെയർ ചെയ്യുക. എല്ലാ ദിവസവും അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കുക. എന്നിട്ട് അതിന് നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഏപ്രിലിൽ നടാൻ പറ്റിയ കുറച്ച് പച്ചക്കറി തൈകളിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ വഴുതനത്തൈ, തക്കാളിയുടെ തൈ, പച്ചമുളക്, പാവയ്ക്ക. ഇതൊക്കെ നമുക്ക് ഏപ്രിൽ മാസം നടാൻ പറ്റുന്ന തൈകളാണ് കേട്ടോ. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഏപ്രിലിൽ നടുന്ന ഒരു തൈ എന്ന് പറഞ്ഞാൽ അത് ചീരയാണ്. നല്ല വെയിൽ വേണം ചീരക്ക്. അപ്പോൾ ചീര ഈ ഒരു മാസത്തിൽ നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് വളർന്ന് പന്തലിച്ച് വരും. ഇത് നമ്മുടെ ഒരു നട്ട് വളർത്തിയ ചീര ഒന്നല്ല, ഇത് ഇവിടെ തന്നെ മുളക്കണ ഒരു ചീരയാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട ഈ ചീരക്ക്. വെള്ളരിക്കയൊക്കെ ഈ മാസം നമുക്ക് നടാം കേട്ടോ. പടർന്നു വരുന്ന തൈകളൊക്കെ അതിൽ പെടുന്നതാണ് ഈ കുമ്പച്ചുരക്കയും ഇതുപോലെ തന്നെ നമുക്ക് നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു തൈ തന്നെയാണ് കേട്ടോ ഈ മാസം. പിന്നെ പറയുകയാണെങ്കിൽ വെണ്ടയ്ക്കും അത്യാവശ്യം നല്ല വെയിൽ വേണം. അപ്പോൾ വെണ്ടയും നമുക്ക് ഈ മാസത്തിൽ നട്ട് വളർത്തിയെടുക്കാം. പച്ചക്കറികൾക്ക് വളങ്ങൾ കൊടുക്കുമ്പോൾ ജൈവവളം കൊടുക്കാൻ കൂടുതലായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കീടനാശിനികളും നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കീടനാശിനികൾ, അതാകുമ്പോൾ അധികം ബുദ്ധിമുട്ടില്ല. നമ്മൾ നാളെ ഈ പച്ചക്കറി തന്നെ നമ്മൾ പറിച്ച് തിന്നേണ്ട ഒരവസ്ഥയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനാ സ്വന്തമായിട്ട് വിഷമടിച്ച് സ്വന്തമായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നട്ടു വളർത്തുന്ന പൂച്ചെടികളിലാണെങ്കിൽ പോലും കെമിക്കൽ ഫെർട്ടിലൈസറുകൾ അധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പച്ചക്കറികളുടെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ഇത് നമ്മൾ കഴിക്കുന്നതാണ്, അത് നമ്മൾ കാണുന്നുള്ളൂ. ഇത് സ്വന്തമായിട്ട് നട്ട് വളർത്തിയെടുക്കുന്ന പച്ചക്കറികളിൽ നമ്മൾ ജൈവമായിട്ടുള്ള വളമാവട്ടെ അതുപോലെ കീടനാശിനികളാകട്ടെ അത് സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്തും വളം ഇട്ട് കൊടുത്തൊക്കെ നോക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതിന് ചിലപ്പോൾ കുറച്ച് വിളവൊക്കെ കുറവായിരിക്കും, എന്നാലും വിഷമല്ലല്ലോ നമ്മൾ കഴിക്കുന്നതെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പച്ചക്കറി തൈകളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഒന്നിലേ വിത്ത് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ തൈ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊന്നും വെച്ച് പിടിപ്പിക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ വാങ്ങിച്ച് ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.